ഹലോ. നമ്മുടെ ലൈഫിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ ഒരുപാടൊന്നും കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ചില സമയങ്ങളിലെങ്കിലും നമ്മുടെ ചിന്തകൾ കാരണമോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ നമ്മൾ ഈസി ആയിട്ട് ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട്. നമ്മുടെ മെൻ്റൽ പീസിനെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള ഡിസ്റ്റർബൻസസിനെ നമ്മുടെ ലൈഫിൽ നിന്നും മാറ്റി നിർത്താൻ സഹായിക്കുന്ന ചില കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, എന്ത് കാര്യത്തിലും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നൊരു ചിന്ത നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്തയെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പേഴ്സണലി ഞാനും പെർഫെക്ഷനിസം എന്ന് പറയുന്ന കാര്യത്തിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. മിക്കവാറും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരണമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന ആളാണ്. എന്നാൽ ഈ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ഇമ്പാക്ട്സിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഞാനും പതിയെ ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്ന കാര്യത്തിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് വരണമെന്ന് നമ്മൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മിസ് ചെയ്യും. ചില കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ചെയ്ത് നോക്കിക്കഴിയുമ്പോഴായിരിക്കും നമുക്കത് വീണ്ടും വീണ്ടും ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ട് അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചിട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഒരിക്കലും ചെയ്യാതെ പോവും. അതിനേക്കാളും നല്ലതാണ് ചില ചെറിയ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴെങ്കിലും നമ്മുടെ ഇംപെർഫെക്ഷൻസ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. മാത്രമല്ല, പെർഫെക്ഷനിസ്റ്റിൻ്റെ മറ്റൊരു കുഴപ്പമാണ് അവരെപ്പോഴും സ്ട്രെസ്ഡ് ആയിരിക്കും എന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയായിട്ട് വരുമോ എന്നുള്ള ചിന്ത ഓവറായിട്ടുള്ളത് കൊണ്ട് തന്നെ അവർ ഓവറായിട്ട് ടെൻഷൻ അടിക്കാനും ചാൻസ് ഉണ്ട്. നമ്മുടെ ലൈഫിനെ സിംപ്ലിഫൈ ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ് നമ്മുടെ ഇംപെർഫെക്ഷൻസിനെ എംബ്രേസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അമിതമായിട്ടുള്ള പെർഫെക്ഷനിസം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ശീലം മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പതിയെ പതിയെ ശ്രമിക്കാം. ഇനി അടുത്തൊരു കാര്യമാണ് ഡു നത്തിങ് ആൻഡ് ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ് എന്നുള്ളത്. എല്ലാ ദിവസവും 100% പ്രൊഡക്റ്റീവായിട്ടിരിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. ചില ദിവസങ്ങളിൽ നമ്മൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യും, നമ്മൾ ഉദ്ദേശിച്ച വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതേസമയം മറ്റു ചില ദിവസങ്ങളിൽ നമ്മൾ കുറച്ചൊന്ന് ലേസി ആയിട്ടിരിക്കും, ചിലപ്പോൾ ചെയ്യാനായിട്ട് ഒരു ഉത്സാഹവും നമുക്ക് തോന്നില്ല. അപ്പോൾ അങ്ങനെ പാഴാക്കുന്ന ചില ദിവസങ്ങളും അങ്ങനെയുള്ള സമയവും ഒക്കെ നമ്മുടെ ലൈഫിലുണ്ടാവാറുണ്ട്. എന്നാൽ ഇങ്ങനെ ഇരിക്കുന്ന സമയമൊന്നും നമ്മൾ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യാറില്ല. അതിനു പകരം നമ്മൾ ചെയ്യാനുള്ള വർക്കിനെ കുറിച്ച് ആലോചിച്ച് നമ്മളത് ചെയ്തില്ലല്ലോ എന്നുള്ള രീതിയിൽ ഒരു കുറ്റബോധത്തോടു കൂടി നമ്മളെ തന്നെ പഴിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ഗിൽറ്റി ഫീലിങ്ങോട് കൂടിയായിരിക്കും ആ ഒരു ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ഈ ഒരു ഗിൽറ്റി ഫീലിംഗ് നമ്മുടെ മനസ്സിൽ നിന്നും മാറ്റുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. എപ്പോഴും മടി പിടിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കുറിച്ചല്ല, പകരം കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ പോലും നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നു എന്ന് പറയുന്ന തരത്തിൽ കുറ്റബോധം തോന്നുന്ന ആളുകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഫോൺ ഉപയോഗിക്കാതെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന സമയം ആക്ച്വലി വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള സമയമാണ്. ആ സമയത്തായിരിക്കും നമ്മുടെ മനസ്സിൽ ഒരുപാട് പുതിയ പുതിയ ഐഡിയാസൊക്കെ വരുന്നത്. ഒരു പക്ഷേ ഈ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് എന്തെങ്കിലും ദിവാസ്വപ്നങ്ങളൊക്കെ വന്നേക്കാം. നമ്മുടെ ഫ്യൂച്ചറിലേക്കും നമ്മുടെ പാസ്റ്റിലേക്കും ഒക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് പോകാൻ തുടങ്ങും. ഇതിനൊക്കെ അനുവദിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സ് എവിടെയാണോ പോകുന്നത് അവിടെ പോയിക്കോട്ടെ, അതിനെപ്പറ്റി നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ സാധാരണയായി മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന കാര്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. മൈൻഡ്ഫുൾനെസ്സിൽ നമ്മൾ നമ്മുടെ മൈൻഡിനെ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ നമ്മുടെ മൈൻഡിനെ വാണ്ടർ ചെയ്യാനായിട്ട് വിടുകയാണ് ചെയ്യുന്നത്. അതിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അതിൻ്റെ ചിന്തകളിലേക്ക് തന്നെ പോയിക്കോട്ടെ എന്ന് വെച്ച് നമ്മൾ കുറച്ച് സമയം ഫ്രീ ആയിട്ടിരിക്കുന്ന അവസ്ഥ. ഇതൊരു കോൺഷ്യസ് ആക്ട് ഓഫ് നോ ആക്ഷൻ ആണ്. അപ്പോൾ ഇടയ്ക്കെങ്കിലും ഇതുപോലെ ഒരു നോ ആക്ഷൻ ടൈം നിങ്ങൾക്ക് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് സ്റ്റോപ്പ് മൾട്ടി ടാസ്കിങ് എന്നുള്ളതാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിലും പ്രോപ്പറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു കാര്യവും വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരുമിച്ച് ചെയ്യുന്ന സ്വഭാവമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഒന്ന് അവോയ്ഡ് ചെയ്ത് നോക്കുക. കിച്ചണിൽ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ തന്നെ ചെയ്യാൻ കഴിയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒരു പക്ഷേ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ സാധിക്കും. എന്നാൽ കിച്ചണിലെ ജോലിയും നമുക്ക് ചെയ്യാനുള്ള വേറെന്തെങ്കിലും വർക്കും ഒരുമിച്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ രണ്ടും കൂടി കൊണ്ടുപോകാനായിട്ട് ഡിഫിക്കൽട്ടായിരിക്കും. മാത്രമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നതിലും ഒരുപാട് സമയം അതിനുവേണ്ടി നമുക്ക് ചിലവാകും. ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് മുന്നിലുള്ളതെന്നുണ്ടെങ്കിൽ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നിലേക്ക് പോകുന്ന രീതിയായിരിക്കും എപ്പോഴും നല്ലത്. അല്ലാതെ രണ്ടും കൂടി കുറേശ്ശെയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളും ചെയ്തു
ചെയ്തു തീർക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. കിച്ചണിലെ കാര്യം ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഇതുപോലെ എന്ത് കാര്യമായിരുന്നാലും, നമ്മുടെ പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നാലും ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്ന സിമിലർ ആയിട്ടുള്ള ടാസ്ക്സ് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് സ്റ്റോപ്പ് മൾട്ടി ടാസ്കിങ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വെറുതെ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യുന്ന സ്വഭാവമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന സമയം അറ്റ്ലീസ്റ്റ് ഒന്ന് കുറക്കുകയെങ്കിലും ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല നമ്മളുടെ ഫോൺ. നമുക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരിക്കേണ്ടതും പലപ്പോഴും ആവശ്യമായിരിക്കും. എന്നാൽ ചുമ്മാ ബോറടിക്കുമ്പോഴൊക്കെയും ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യാറുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ടെൻഡൻസിയെ കുറച്ചു കൊണ്ടുവരാനായിട്ട് ബോധപൂർവം തന്നെ ശ്രമിക്കുക. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ എത്ര നേരം ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിൽ നമുക്ക് കറക്റ്റായിട്ട് ടൈമർ സെറ്റ് ചെയ്തിട്ട് റിമൈൻഡറൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഫോൺ അഡിക്ഷനെ കുറിച്ചുള്ള നമ്മുടെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ ആദ്യമേ തന്നെ നോ പറഞ്ഞേക്കുക എന്നുള്ളതാണ്. നമുക്ക് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ ടൈം ഇല്ലാത്ത ചില കാര്യങ്ങൾ മറ്റൊരാൾ നമ്മളോട് ചെയ്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ അയാളോട് നോ പറയാനുള്ള വിഷമം കൊണ്ട് നമ്മൾ ഏറ്റെടുക്കുകയും പിന്നീട് അത് നമുക്കൊരു തലവേദനയായിട്ട് മാറുകയും ചെയ്യാറുണ്ട്. ഈ ഒരു സ്ട്രെസ്സ് ഒഴിവാക്കാനായിട്ട് ആദ്യമേ തന്നെ നോ പറയാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള ഇൻവിറ്റേഷൻസും നമ്മളെ സ്ട്രെസ്ഫുൾ ആക്കുന്ന ആക്ടിവിറ്റീസും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. കഴിവതും പൊളൈറ്റായിട്ട് തന്നെ നോ പറയാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ള കാര്യമാണ് ഡീക്ലട്ടർ ടു ലെസൻ ഡിസ്ട്രാക്ഷൻസ് എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ഒരവസ്ഥ ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞതാണെങ്കിൽ അഥവാ ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വർക്കിൽ കംപ്ലീറ്റ് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ഫോക്കസിനെ ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മുടെ വർക്ക് സ്പേസ് എപ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുക. വർക്ക് സ്പേസ് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലട്ടർ ഫ്രീ ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിനെ കുറച്ചുകൂടി ഈസി ആക്കി മാറ്റാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഇതുപോലെ നമ്മുടെ ലൈഫിനെ സിംപ്ലിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത്, നമ്മളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ചില കുഞ്ഞു കാര്യങ്ങൾ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.